ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും കരുതുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നു. നമുക്ക് മുൻപേ നടന്നവർ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മൾക്ക് മുമ്പേ നടന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ മാതൃകയാവുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നമുക്ക് എപ്രകാരം ഒരു ദൃഷ്ടാന്തമായി കാണാം, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാം എന്നതിനെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പറ്റി നാം പഠിച്ചു. ഇനി നാം പഠിക്കുവാൻ പോകുന്നത് ഒരു വിശ്വാസ വീരനായിരുന്ന യോശുവയെ കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മഹാനായ ഒരു നേതാവായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം യോശുവയെ വിശേഷിപ്പിക്കുന്നത്. യോശുവയുടെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. വേദപുസ്തകം നിസ്സംശയം പറയുകയാണ്, മോശ എന്ന ഇസ്രായേലിൻ്റെ മഹാനായ നേതാവിന് ശേഷം യഹോവ നൂൻ്റെ മകനായ യോശുവയെ മോശയുടെ സ്ഥാനത്തേക്ക് വിളിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം യോശുവ എന്ന സാധാരണക്കാരനെ മോശ എന്ന മഹാനായ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ദൈവം പരിഗണിച്ചത്? നമുക്കറിയാം മോശയെപ്പറ്റി. മോശ എത്രത്തോളം വിശ്വാസ വീരനായിരുന്നുവെന്നും എങ്ങനെയാണ് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചതെന്നുമെല്ലാം വളരെ വ്യക്തമായിട്ട് തിരുവചന സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാറയിൽ നിന്ന് വെള്ളം ഉത്ഭവിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ. അല്ലെങ്കിൽ തൻ്റെ വടികൊണ്ട് ചെങ്കടലിനെ പിളർന്ന ഒരു മഹാനായ വിശ്വാസിയായിരുന്നു മോശ. എന്നാൽ ആ മോശയുടെ സ്ഥാനത്തേക്ക് യോശുവയെ ഇപ്പോൾ ദൈവം വിളിക്കുകയാണ്. എന്തായിരിക്കും യോശുവയെ ആ സ്ഥാനത്തേക്ക് യോഗ്യനാക്കിയത് എന്ന് നമുക്ക് അല്പമായി പഠിക്കാം. യോശുവയുടെ പ്രവചന പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു: എന്നാൽ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, യോശുവ എന്ന അങ്ങയുടെ പ്രവാചകനെ പറ്റി അടിയങ്ങൾ പഠിക്കുവാൻ പോകുന്നു. യോശുവയുടെ ജീവിതത്തിൽ നിന്ന് ദൈവമേ, അടിയങ്ങൾക്ക് എന്ത് പാഠമാണ് പഠിക്കുവാനുള്ളതെന്ന് കാണിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണം. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യോശുവ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കുന്നതായിട്ട് യോശുവയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 24-ാം അധ്യായം 15-ാം വാക്യത്തിലെ യോശുവ ഇപ്രകാരം വളരെ മഹത്തായ വളരെ ഉറച്ച ഒരു തീരുമാനമെടുക്കുകയാണ്: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ഒരു ഉറച്ച തീരുമാനമെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു ഗ്രഹനാഥനായ കുടുംബസ്ഥനായ യോശുവയെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഉറച്ച വിശ്വാസം തന്നെയാണ് മോശയുടെ പിൻഗാമി എന്ന വലിയ പദവിയിലേക്ക് യോശുവയെ കൈപിടിച്ച് നടത്തിയതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോശുവയുടെ ആ വലിയ വിശ്വാസം യോശുവയെ എത്തിക്കുന്നത് ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷിയാകുവാൻ സഹായിക്കുന്നു. യോശുവയുടെ ആ വലിയ വിശ്വാസം കൊണ്ട് നാം യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതത്തിന് യോശുവ സാക്ഷിയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്: പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. യോശുവ പ്രവാചകൻ തൻ്റെ കീഴിലുള്ള ഇസ്രായേൽ മക്കളോട് ഒരു വലിയ കാര്യം പറയുകയാണ്. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യഹോവ ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. യഹോവയുടെ ഒരു അത്ഭുതത്തിന് ഇന്ന് നാം സാക്ഷികളാകുവാൻ പോവുകയാണ്. പക്ഷേ നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് വളരെ ആവശ്യകരമാണ് എന്ന് യോശുവ പ്രവാചകൻ പറയുന്നു. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തെപ്പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന ഇസ്രായേൽ മക്കൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്
യോർദാന് മറുകരയാണ്. യോർദാൻ എന്ന ആ വലിയ നദി, കരകവിഞ്ഞൊഴുകുന്ന ആ വലിയ നദി ഇസ്രായേൽ മക്കളുടെ മാർഗത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. പല പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവത്തെ മറുതലിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ എന്ന് നമുക്ക് അറിയാം. അല്ലെങ്കിൽ ദൈവത്തെ ആത്മാർത്ഥമായി അനുസരിക്കാത്ത, പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും ദൈവത്തിനെതിരെ മറുതലിച്ച പിറുപിറുത്ത ഒരു ജനമാണ് എന്ന് ഇസ്രായേൽ മക്കളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ വന്നു നിൽക്കുന്നത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ മുൻപിലാണ്. എപ്രകാരം അപ്പുറം കടക്കും, അല്ലെങ്കിൽ എപ്രകാരം ഈ യോർദാൻ നദി മുറിച്ച് അപ്പുറം കടക്കുമെന്ന് ഓരോ ഇസ്രായേൽ മക്കളും ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ ഈ നിമിഷവും അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ യോശുവ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്രകാരം ജനങ്ങളോട് ഉദ്ബോധിക്കുകയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോശുവയുടെ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം പഠിക്കുമ്പോൾ യോശുവയ്ക്ക് ദൈവം ഒരു വലിയ വാഗ്ദാനം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്രകാരം പറയുന്നു: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. യോശുവയോട് യഹോവേ ദൈവം പറയുകയാണ്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എപ്രകാരം ഇരുന്നുവോ അതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോശുവ പ്രവാചകനോട് ദൈവം പറയുകയാണ്: മോശയോടുകൂടെ ദൈവമായ യഹോവേ ഞാൻ എപ്രകാരം ഇരുന്നുവോ, എപ്രകാരം ഞാൻ അവനെ സഹായിച്ചുവോ അപ്രകാരം നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോശുവയ്ക്ക് ദൈവം നൽകിയ മനോഹരമായ ഒരു വാഗ്ദത്തമാണിത്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എത്രത്തോളം വലുതാണ് എങ്കിലും, എത്രത്തോളം കഠിനമാണ് എങ്കിലും, എത്രത്തോളം യോർദാൻ നദി പോലെ കര കവിഞ്ഞ് ഒഴുകുന്ന ഒന്നാണെങ്കിലും, ദൈവത്തിൻ്റെ വചനം പറയുന്നു: ഇന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം. കാരണം ദൈവം വാക്ക് മാറാത്തവനാണ്. ദൈവം നമ്മോട് പറയുകയാണ്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ഒരു വാഗ്ദാനത്തിൽ യോശുവ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം യോർദാൻ നദിക്ക് മുൻപിൽ പോലും മഹാനായ യോശുവ ഒരു നിമിഷം പോലും പതറിയില്ല. അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു: നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു, പക്ഷേ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് വളരെ അധികം ആവശ്യകരമായ ഒന്നാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു: ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ സാധിക്കുകയില്ലല്ലോ. എപ്രകാരമാണ് ഇസ്രായേൽ മക്കൾ അവരെ തന്നെ ശുദ്ധീകരിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. ഇന്ന് നാം നമ്മുടെ പാപങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു: നമ്മുടെ എല്ലാ അനീതികളെയും നമ്മുടെ എല്ലാ അശുദ്ധിയെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമാണ്. അത്തരത്തിൽ ഇസ്രായേൽ മക്കൾ ഒരു വലിയ ശുദ്ധീകരണത്തിന് തുടക്കം കുറിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. യോശുവ പ്രവചനം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും: അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ പറയുകയാണ്: അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ യോർദാൻ അക്കരെ ഇസ്രായേൽ മക്കൾ കടക്കുവാൻ പോകുന്നതിന് മുമ്പ് അവർ അവരെ തന്നെ ശുദ്ധീകരിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു.
യോശുവ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. മോശ മുഖാന്തരം ദൈവം കൊടുത്ത ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിലെ ഒന്നും നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ മക്കൾ അവരെ തന്നെ ശുദ്ധീകരിച്ചത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വഴിയായിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ചപ്പോൾ ന്യായപ്രമാണമാവുന്ന ആ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവരുടെ അശുദ്ധികളെയെല്ലാം, അവരുടെ പാപങ്ങളെയെല്ലാം, അവരുടെ തെറ്റുകളെയെല്ലാം കഴുകിക്കളയുവാൻ ഇസ്രായേൽ മക്കൾക്കായി. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ ന്യായപ്രമാണം കൊണ്ട് അവർ അവരെ തന്നെ ശുദ്ധീകരിച്ചു. രാവും പകലും അവർ അതിനെ തന്നെ ധ്യാനിച്ചു. രാവും പകലും അവർ അതൊക്കെയും പ്രമാണിച്ച് നടന്നു. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവരെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷികളാകുവാൻ ദൈവത്തിൻ്റെ ജനത്തിന് കഴിഞ്ഞു. 3-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കര കവിഞ്ഞ് ഒഴുകും. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ നദിയെല്ലാം കര കവിഞ്ഞൊഴുകും. ഇപ്പോൾ അവർ നിൽക്കുന്ന യോർദാൻ നദി അവർക്ക് മുന്നിൽ കര കവിഞ്ഞ് ഒഴുകുകയാണ്. ശേഷം പറയുന്നു, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ഒരു വലിയ അത്ഭുതം ഇവിടെ കാണുവാൻ പോവുകയാണ്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ മേൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. അതുവരെ കര കവിഞ്ഞ് ഒഴുകിയ, അതുവരെ ആർത്തലച്ച് അതിവേഗതയിൽ ഒഴുകിയ യോർദാൻ നദി പുരോഹിതന്മാരുടെ കാൽ തൊട്ടപ്പോൾ ഒഴുക്ക് നിന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ശേഷം പറയുന്നു, സാർഥാന് സമീപമുള്ള ആദാം പട്ടണത്തിന് അരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ശേഷം പറയുന്നു, അവർക്ക് മുന്നിൽ യോർദാൻ ഒരു തിരശ്ശീല പോലെ ഉയർന്ന് നിന്നു. ഒരു തിരശ്ശീല എപ്രകാരം നിൽക്കുന്നുവോ അപ്രകാരത്തിൽ യോർദാൻ നദിയിലെ വെള്ളം മുഴുവൻ അവർക്ക് മുന്നിൽ നിന്നു. സാർഥാന് സമീപമുള്ള ആദാം പട്ടണത്തിന് അരികെ ബഹുദൂരത്തോളം യോർദാൻ നദി ഒരു ചിറ പോലെ നിന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ മക്കൾ അവരുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങിയെത്തിയപ്പോൾ, ഇസ്രായേൽ മക്കൾ അവരുടെ ലംഘനങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ തുറന്ന് അവരെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി, അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം മാറിപ്പോയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ എപ്രകാരമാണ് നാം ഈ ബുദ്ധിമുട്ടുകളെ കാണുന്നത്? എപ്രകാരമാണ് നമ്മുടെ മുന്നിലുള്ള ഈ പ്രതിസന്ധികളെ നാം തരണം ചെയ്യുന്നത്? പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അതിനെല്ലാം അടിയിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ നാം സ്വയത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മുൻപേ നടന്ന യോശുവ എന്ന മഹാനായ പ്രവാചകൻ, അതിനുമുപരി നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാവായ ഒരു വിശ്വാസ വീരനായിരുന്ന, വിശ്വാസത്തിൻ്റെ നായകനായിരുന്ന യോശുവയെ ഒരു വലിയ ഉദാഹരണം കാണിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം കൊണ്ട്, ദൈവത്തിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആ ആശ്രയം കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് യോശുവയുടെ മുന്നിലുള്ള ഒരു വലിയ പ്രതിസന്ധി യോശുവ മറികടന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സെഖര്യാ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു, സെരൂബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ ഒരു സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന ആർപ്പോട് കൂടിയവൻ ആണിക്കല്ല് കയറ്റും. സെരൂബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ ഒരു സമഭൂമിയായി തീരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ
സിരൂബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതങ്ങൾ പോലെ ധാരാളം പ്രശ്നങ്ങൾ വന്നേക്കാം, ധാരാളം ബുദ്ധിമുട്ട് വന്നേക്കാം, ധാരാളം കഷ്ടങ്ങൾ വന്നേക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ബുദ്ധിമുട്ടെല്ലാം, ഈ ദുഃഖവും ദുരിതവും ഈ പ്രതിസന്ധികളെല്ലാം ഒരു സമഭൂമി പോലെ ആയിത്തീരും നാം ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ ആണ് എങ്കിൽ. ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബമായി കാൽവരി ക്രൂശിലേക്ക് പോകാം. ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുയേശുവിനെ നോക്കി അവനിൽ വിശ്വസിക്കാം, അവനിൽ പ്രത്യാശ അർപ്പിക്കാം. അങ്ങനെ ആകുന്നുവെങ്കിൽ ആ ദൈവം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും കാണും. ദൈവം എപ്രകാരം മോശയോട് വാഗ്ദാനം ചെയ്തുവോ അതേ വാഗ്ദാനങ്ങൾ ഇന്ന് നമുക്കും ലഭ്യമാണ്. മോശയ്ക്ക് ശേഷം യോശുവയ്ക്ക് ഈ വാഗ്ദാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം, യോശുവയ്ക്ക് ശേഷം ആ വാഗ്ദാനങ്ങൾ ലഭിച്ചിരിക്കുന്നത് എനിക്കാണ്. നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഞാൻ കൈവിടുകയില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു നാളും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഇതിൽ മനോഹരമായ ഒരു വാഗ്ദത്തം, ഇതിൽ മനോഹരമായ ഒരു വാഗ്ദാനം നമുക്ക് വേറെ എന്താണ് വേണ്ടത്? നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ എല്ലായ്പ്പോഴുമുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇനി നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ തിരുവചന സത്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മോട് കൂടെയുള്ള ദൈവത്തിങ്കലേക്ക് നമുക്ക് പൂർണ്ണമായ ആശ്രയം വെക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. നമുക്ക് മറ്റാരിലും ആശ്രയം വയ്ക്കേണ്ട. നമ്മുടെ സ്വയത്തിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ ബുദ്ധിയിലും ഒന്നും ആശ്രയം വയ്ക്കാതെ നമ്മെ മുഴുവനായി ദൈവത്തിങ്കലേക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ, നമ്മെ മുഴുവനായി ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് മുൻപേ നടന്ന വിശ്വാസവീരനായ നൂൻ്റെ മകനായ യോശുവ നമുക്ക് വേണ്ടി ഒരു വലിയ ദൃഷ്ടാന്തം വച്ചിരിക്കുകയാണ്. മഹത്തായ ഉദാഹരണം നമുക്ക് നൽകിയിരിക്കുകയാണ്. എപ്രകാരം വിശ്വാസമാവുന്ന യാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാം, എപ്രകാരം ദൈവത്തിൽ നമുക്ക് അകമഴിഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കാം, എപ്രകാരം ദൈവത്തെ ആശ്രയിച്ച് അവൻ്റെ വാഗ്ദാനങ്ങളിൽ, അവൻ്റെ വചനങ്ങളിൽ, അവൻ്റെ വാക്കുകളിൽ മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാക്കുമാറാത്ത ആ ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് ആശ്വാസദായകനായി, നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും നമുക്ക് ധൈര്യം പകരുവാനായി ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യോശുവയുടെ കൂടെ എപ്രകാരം ദൈവം ഇരുന്നുവോ, യോശുവയെ എപ്രകാരം ദൈവം ഉയർത്തിയോ, യോശുവയെ എപ്രകാരം ഒരു അത്ഭുതത്തിന് സാക്ഷിയാക്കിയോ, അതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം ഉയർത്തുവാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ ആ വചനങ്ങളിൽ. ദൈവം നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമെന്നതിൽ ഒരു മാറ്റവുമില്ല. ശേഷമുള്ള യോശുവയുടെ ജീവിതത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യോശുവയുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിന് കാരണവും അവൻ്റെ വിശ്വാസ ജീവിതമാണ്. ഒരു ഭവനമായിട്ട്, ഒരു വ്യക്തിയായിട്ട് അവൻ യഹോവയിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്ന് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഭവനമായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കണം? ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ തൻ്റെ ഭവനത്തിന് ഒരു ഉത്തമനായ മാതൃകയായിരുന്നു യോശുവ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ഇസ്രായേലിൻ്റെ നായകൻ എന്ന നിലയിൽ ഒരു വലിയ വിജയവുമായിരുന്നു യോശുവയുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ രണ്ട് മേഖലകളിലും യോശുവയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള വലിയ തീരുമാനമെടുക്കുവാൻ യോശുവയെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ യോശുവയെ പ്രേരിപ്പിച്ചത്. ആ ഒരു വലിയ തീരുമാനത്തിൻ്റെ ഫലമായിരുന്നു ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മികച്ച ഒരു പോരാളിയുടെ ജീവിതം, അല്ലെങ്കിൽ അവൻ്റെ വിജയം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാമും അത്തരത്തിൽ ഒരു യാത്രയിലാണ്.
യോശുവ എപ്രകാരം വാഗ്ദത്ത നാട്ടിലേക്ക് പോയോ അത്തരത്തിൽ ഒരു സ്വർഗീയമായ കാനാനിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മെ ആ സ്വർഗീയ കാനാനിൽ എത്തിക്കുമോ? നമ്മുടെ വിശ്വാസത്തിന് നമ്മെ ആ സ്വർഗീയ കാനാനിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനുള്ള ശേഷിയുണ്ടോ, പ്രാപ്തിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിമർശനാത്മകപരമായി നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ തന്നെ നാം ഒന്ന് അളന്നു നോക്കുമ്പോൾ, ഒന്ന് തുലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? എത്ര പേർക്ക് പറയുവാൻ കഴിയും എൻ്റെ വിശ്വാസം എന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന്? അബ്രഹാം ലക്ഷ്യസ്ഥാനം അറിയാതെ വിശ്വാസത്തിൽ യാത്ര തുടങ്ങിയപ്പോൾ അതേ വിശ്വാസം തന്നെ അവൻ്റെ ലക്ഷ്യസ്ഥാനമായ കാനാനിലേക്ക് അവനെ എത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസത്തിന് നമ്മെ ആ വലിയ പറുദീസയിലേക്ക് എത്തിക്കുവാനുള്ള ശേഷിയുണ്ടോ? അങ്ങനെയില്ല എങ്കിൽ ഇന്ന് നാം ഒരിക്കൽ കൂടി നൂൻ്റെ മകനായ യോശുവയുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോണം. ഇന്ന് നാം ഒരിക്കൽ കൂടി നൂൻ്റെ മകനായ മോശയുടെ പിൻഗാമിയായ ഇസ്രായേലിൻ്റെ പോരാളിയായ യോശുവയുടെ ജീവിതത്തിൽ അവന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിലേക്ക്, അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കുവാൻ, നീ ചെല്ലുന്നിടത്തൊക്കെയും നീ വിജയിക്കുവാൻ എൻ്റെ ന്യായപ്രമാണം നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കൽപ്പനകളെയും അവൻ്റെ ന്യായപ്രമാണങ്ങളെയും വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവയിൽ മാത്രം ചരിക്കുകയാണ് എങ്കിൽ ഒരു വലിയ വിജയം നമ്മെ കാത്തിരിക്കുന്നു. യോശുവ പ്രവാചകനെ ചരിത്രം ഇന്ന് എപ്രകാരം അടയാളപ്പെടുത്തുന്നുവോ അതേപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും നാമങ്ങളെ ചരിത്രം അടയാളപ്പെടുത്തുവാൻ പോവുകയാണ്. വിശ്വസിക്കുക, ദൈവം നമ്മെ എല്ലായ്പ്പോഴും സംരക്ഷിക്കും. ദൈവത്തിൻ്റെ വാക്കുകളിൽ ഒരു മാറ്റവും വരികയില്ല. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകുകയില്ല. അത്തരത്തിൽ അചഞ്ചലമായ യോശുവയെ പോലെ അചഞ്ചലമായ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അതേ വിശ്വാസം തന്നെ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ പോവുകയാണ്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, യോശുവ എന്ന അങ്ങയുടെ പ്രവാചകനിലൂടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത എന്ത് എന്ന് അടിയങ്ങളെ പഠിപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ ഇന്ന് നീ ഇത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ മുറുകെ പിടിച്ച് അങ്ങ് രണ്ടാം വരവങ്കോളം ജീവിക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണം. സകല മാനവ മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.